Good morning. Good morning, teacher. എൻ്റെ പേര് അപർണ എന്നാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്ലാസ് എടുക്കണേ. ടീച്ചറിന്റെ നെയിം എന്താന്നാ പറഞ്ഞ പേര്? അപർണ. ഓക്കെ ടീച്ചർ. ഇനി ബാക്കിയുള്ളവരൊക്കെ കയറാൻ വൈകോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? കയറുമായിരിക്കും ടീച്ചർ. ക്ലിയർ ആവണില്ല അല്ലേ? ഇപ്പൊ ക്ലിയർ ആവണ്ട? ക്ലിയർ ആയിട്ട് മ്യൂട്ട് ആക്കിക്കോട്ടാ. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ 51 ആണ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ മൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്. ക്ലിനിക്കൽ ജോബ്സ് നമുക്കറിയാം, ഡോക്ടർ, നേഴ്സ്, ഹെഡ് നേഴ്സ്, അവരുടെയൊക്കെ ജോബിന് നമുക്ക് ക്ലിനിക്കൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ അല്ലാതെ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട് അല്ല. പേപ്പർ വർക്ക്, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഡ്യൂട്ടീസ് ആണ്, നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ്. അതില് ഹോസ്പിറ്റലിലും ഹെൽത്ത് സെന്റേഴ്സിലും അങ്ങനെ ഒരുപാട് നോൺ ക്ലിനിക്കൽ ജോബ്സ് ഉണ്ട്. These administrative roles could be seen you working in different department in hospital. പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഒക്കെ പ്ലേ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ്. അദ്ദേഹത്തിന്റെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നാണ് നമ്മൾ ഇനിയിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ play an important role in overseeing the orderliness and operations of management healthcare facility. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അതില് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് എവിടെ പ്ലേ ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും എല്ലാ മാനേജ്മെന്റും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പോകണ്ട എന്നൊക്കെ നോക്കണത്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇവിടുത്തെ മാനേജ്മെന്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസും മാനേജ്മെന്റും എന്ത് ചെയ്യണത്? നോക്കി നടത്തുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 10-11 റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ആണ് സ്ട്രാറ്റജിക് പ്ലാൻസ്. സ്ട്രാറ്റജിക് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ്. അടുത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര റവന്യൂ വരുന്നുണ്ട്, അതായത് നമുക്ക് എക്സ്പെൻസ് എന്തോരം വരുന്നുണ്ട്, ഈ കൺട്രോളബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് എന്തോരം ഉണ്ട്, ആ എക്സ്പെൻസ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻസ്. പോളിസീസ് എടുക്കുക, അത് ഡെവലപ്പ് ചെയ്യുക, പോളിസീസ് ഒക്കെ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഫെസിലിറ്റി ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്. നമ്മുടെ എക്വിപ്മെന്റ്സ് ഒക്കെ എവിടെ വേണം? കറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റലിലെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ കാര്യങ്ങളും ആര് തന്നെയാണ് നോക്കി നടത്തുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് നോക്കി നടത്തുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ, ഇപ്പൊ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർവീസ് നല്ല ക്വാളിറ്റിയോടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ പേഷ്യൻസിന് നല്ല സേഫ്റ്റി ആണോ നമ്മുടെ ഓർഗനൈസേഷനിൽ കിട്ടണമെന്നും ആര് ചെക്ക് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ചെക്ക് ചെയ്യണം. അടുത്ത റെസ്പോൺസിബിലിറ്റി ആണ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. അപ്പൊ ഓർഗനൈസേഷന്റെ അവര് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ നോക്കണം? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നോക്കണം. ദെൻ റിസ്ക് മാനേജ്മെന്റ്.
നമ്മുടെ ഹോസ്പിറ്റലിൽ പല പല റിസ്കുകൾ ഉണ്ടാവും. കാരണം എംപ്ലോയീസിന്റെ സേഫ്റ്റി, അതേപോലെ അവിടുത്തെ പേഷ്യൻസിന്റെ സേഫ്റ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അവിടുത്തെ റിസ്കുകളൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കാനും ആര് ശ്രമിക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുക. ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഇനി അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്കുള്ള ഇൻഫർമേഷൻസ്, അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യും, മാനേജ് ചെയ്യുന്നത്. നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ആരോട് ഷെയർ ഒന്നും ചെയ്യാൻ പാടില്ല. ഇൻഫർമേഷൻ മാനേജ്മെന്റ് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഇനി കൊളാബറേറ്റിംഗ് ആൻഡ് ലീഡർഷിപ്പ്. നമ്മുടെ ഈ ഫിസിഷ്യന്, അതേപോലെ നേഴ്സ്, ഹെൽത്ത് കെയർ എല്ലാ പ്രൊഫഷണൽസിനും ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് നല്ല രീതിയിൽ അവരൊക്കെ ലീഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകണം. ഓക്കെ, ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത് വായിക്കാം. ഓക്കെ, നമ്മൾ എന്താണ് ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് പറഞ്ഞത്? അപ്പൊ ആദ്യം ഇല്ലാത്തവരൊക്കെ കേട്ടോ. ഇന്നെടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്ക്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് നിങ്ങൾ ഒരു ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റോള് ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാം. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്ന റോൾസ് ചിലപ്പോൾ മെഡിക്കൽ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്സ്, പേഷ്യന്റ് കൗൺസിലേഴ്സ്, അങ്ങനെ കുറെ ജോബുകൾ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഓരോ ജോബിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഈ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം hospital administrator play an important role in overseeing the orthogonous operations and management of healthcare facility. ശ്രദ്ധിക്കുക, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? മാനേജ്മെന്റും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും നല്ല രീതിയിൽ നോക്കി നടത്താന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തതാണ് സ്ട്രാറ്റജിക് പ്ലാൻസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടൈം സ്ട്രാറ്റജീസ്. അതിന്റെ ഗോൾ ഫോർ ഹോസ്പിറ്റൽ ലോങ് ടൈം സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. അതേപോലെ ഹോസ്പിറ്റലിന്റെ ഗോൾസ് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്. മാർക്കറ്റിലെ ട്രെൻഡ്സ് ഒക്കെ അനലൈസ് ചെയ്യുക. അതേപോലെ ഐഡന്റിഫൈങ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്. നമുക്കിപ്പോ ഇംപ്രൂവ്മെന്റ് ആവശ്യമുള്ള സെക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ തന്നെ, പല കാര്യങ്ങളും ഇംപ്രൂവ്മെന്റ് വേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വേണ്ടെന്നുള്ളത് കൊണ്ടുവരുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി. ആൻഡ് ഡിവൈസിംഗ് ദ പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കുറച്ചും കൂടി ഇംപ്രൂവ് ആവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേജർ ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ഇനി അടുത്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്ത ഡ്യൂട്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിംഗ്, നമുക്ക് എന്തോരം ചെലവുകൾ വരുന്നുണ്ട്, അതേപോലെ നമുക്ക് ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് എന്തുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ചെലവ് വരുന്നുണ്ട്, നമുക്ക് എത്ര വരവ് വരുന്നുണ്ട്, കാര്യങ്ങൾ ആര് നോക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നോക്കും. അടുത്തത് they work keenly with financial terms to monitor revenue. അങ്ങനെ പറഞ്ഞില്ലേ, അവർക്ക് വരുന്ന ഇൻകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരാ നോക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. കൺട്രോൾ ദ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടിംഗ് റിസോഴ്സ് ഇൻ എഫക്റ്റീവ് മാനർ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഇപ്പൊ ആരൊക്കെയാണ്? ഡോക്ടർ, നേഴ്സ്, അതേപോലെ ബെഡും, അതൊക്കെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ആണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിലാണ്, എഫിഷ്യന്റ് ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Effective manner and they encourage the financial fairness of an organization. Financial fairness of an organization. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഫെയർനെസ് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത്. ഇനി പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി എടുക്കുകയും അല്ലെങ്കിൽ പോളിസി പ്രൊസീജിയേഴ്സ് ഒക്കെ തീരുമാനിച്ചു വയ്ക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി കൂടി ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ആ ഡ്യൂട്ടിയും കൂടി ഉണ്ട്. The hospital administrator set up the policies and procedures to conduct the operations of the facility. നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും
എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. They ensure compliances with the legal and the regulatory needs, encourage the patient safety and maintain ethical standards with the hospital. അപ്പൊ ഇവരുടെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ ആയിട്ടും റെഗുലേറ്ററി ആയിട്ടുള്ള വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, അതേപോലെ ലൈസൻസ്, അതേപോലെ സേഫ്റ്റി ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുകൂടാണ്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഓരോ പേഷ്യൻസും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരുടെ സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. പിന്നെ മെയിൻറ്റെയിനിങ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ എത്തിക്കൽ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം. ഇതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കേട്ടോ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര സ്റ്റാഫിനെ വേണം, അവരെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. Administrators supervise the recruitment, hiring, and training of staff members. They produce an estimation system, handle the employee relationship. അപ്പൊ അവരെ എന്ത് ചെയ്യാം? റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, ട്രെയിൻ ചെയ്യുക മാത്രമല്ല അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഹോസ്പിറ്റലിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവരുടെ പെർഫോമൻസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യണം. അവർ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എല്ലാ എംപ്ലോയീസ് ആയിട്ട് നല്ല റിലേഷൻഷിപ്പ്, അവരെ ഇമോഷൻ അനുസരിച്ച് അവരെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ആൻഡ് അഡ്രസ്സിംഗ് സ്റ്റാഫ് റിക്വയർ ടു എൻഷുർ ആഡ്വക്കേറ്റ് കവറേജ് ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫ് ലെവൽ. നമ്മുടെ ഓർഗനൈസേഷനിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ അവരുടെ എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പ്രവർത്തിക്കുകയും കൂടി വേണം. അടുത്താണ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യൻസ് സേഫ്റ്റി. ഞാൻ പറഞ്ഞു നമ്മൊരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന, ഹോസ്പിറ്റലിലൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. അതേപോലെ തന്നെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസും ഇപ്പം ഓപ്പറേഷൻ ആവട്ടെ അല്ലെങ്കിൽ എന്ത് അസുഖമായിട്ട് വരുന്ന പേഷ്യൻസ് ആവട്ടെ അവർക്കൊക്കെ നമ്മൾ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അവർ നമ്മൾ അത്രയും വിശ്വസിച്ചാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അവരെ അത്രയും കെയറോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്ത് ദ ഹോസ്പിറ്റൽ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിലാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ ആ പേഷ്യൻസിന് നല്ല സേഫ് ആയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത്? ട്രീറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. They create, implement quality improvement and initiative, monitoring the patient outcome, and encourage adherence to evidence-based practice and clinical guidelines. ഇനി നമ്മുടെ പേഷ്യൻസ് ആയിട്ട് ഒരു നല്ല ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വേണം പറഞ്ഞല്ലോ. അത് കൂടാതെ പേഷ്യൻസിന്റെ ഔട്ട്കംസ് എന്ത് ചെയ്യണം? നമ്മൾ മോണിറ്റർ ചെയ്യുക, അതേപോലെ അവരുടെ കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും എവിഡൻസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കണം. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വേണം ആര് നോക്കാനായിട്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത പോയിന്റ് ആണ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. എന്താണ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് കമ്മ്യൂണിറ്റി. നമ്മുടെ ഓർഗനൈസേഷനിൽ പല കമ്മ്യൂണിറ്റിക്ക് പെട്ട ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ദേ എൻകറേജ് ഇൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, കോപ്പറേഷൻ വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻ. നമ്മുടെ അടുത്തുള്ള ലോക്കൽ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇപ്പം സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പൊക്കെ നടത്തൂല, അതേപോലെ ലോക്കൽ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്തിട്ട് പിന്നെ അതേപോലെ ക്ലിനിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുമല്ലോ. നമ്മളിവിടെ ക്യാമ്പ് ഒക്കെ നടത്തും, ഹെൽത്ത് കെയർ ക്യാമ്പ് ഒക്കെ നടത്തും. അതേപോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ലോക്കൽ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് അസിസ്റ്റ് ചെയ്ത് അവരായിട്ട് എന്ത് ചെയ്യാം? കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ എഫിഷ്യന്റ് മാനർ. അപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ കിട്ടേണ്ടതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്തതാണ് റിസ്ക് മാനേജ്മെന്റ്. നമ്മൾ ഹോസ്പിറ്റലാണ്, അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസ്ക് കൂടുതലാണ്. കാരണം ഒരു പേഷ്യന്റ് നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അയാൾ വന്നാൽ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണ്. ഒരു പേഷ്യന്റിന്റെ എന്താണ്
റെക്കോർഡ് തന്നെ റെക്കോർഡ് ഒന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ട് വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പോലും അവിടെ എന്താണ് ആ പേഷ്യന്റ് കൊടുക്കുന്ന മരുന്നിന്റെ ഡോസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വരും. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഈ റിസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ഈ റിസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ളത്. അഡ്മിനിസ്ട്രേറ്റർ ഇവാലുവേറ്റഡ് ആൻഡ് മാനേജ് ദ റിസ്ക് കൺസേൺ വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിലുള്ള ഓപ്പറേഷനിലുള്ള എല്ലാ റിസ്ക്കും എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക, അതെന്ത് ചെയ്യാം? മാനേജ് ചെയ്യാൻ നോക്കാം, മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കാം. They execute the protocol and the policies to minimize the potential risk. അപ്പം നമ്മ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുക? ഈ പോളിസീസ് പ്രോട്ടോകോൾസ് ഒക്കെ കണ്ടുപിടിക്കുക, അത് മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കാം. അവരുടെ റിസ്കിന്റെ അളവ്, റിസ്കിന്റെ തോത്, റിസ്ക് മൊത്തമായിട്ട് നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല, എന്നാലും റിസ്കിന്റെ തോത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. നമ്മുടെ കുറച്ചും കൂടി കെയർ ആണെങ്കിൽ അത് നമുക്കൊന്നും കൂടി ശ്രദ്ധിക്കാനൊക്കെ പറ്റും, റിസ്ക് കുറയ്ക്കാൻ പറ്റും. സൂപ്പർവൈസ് ദ പേഷ്യന്റ് ആൻഡ് എംപ്ലോയീസ് സേഫ്റ്റി മെഷേഴ്സ്. നമ്മുടെ പേഷ്യൻസിനെ സൂപ്പർവൈസ് ചെയ്യുക, അതേപോലെ എംപ്ലോയീസ് സേഫ്റ്റി ആയിട്ടുള്ള മെഷേഴ്സ് കൊടുക്കുക. ആൻഡ് ഹാൻഡ്ലിംഗ് ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. അതേപോലെ നമ്മുടെ ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്യണം ഇൻഷുറൻസിന്റെ ഒക്കെ മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആര് ഡീൽ ചെയ്യുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഡീൽ ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ മാനേജ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിന്റെ റെക്കോർഡുകളും നമ്മൾ എന്ത് ചെയ്യും? സേഫ്റ്റി ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്, മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. Administrator supervise the implementation and maintenance of healthcare information and electronic medical record. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് കാര്യങ്ങൾ നോക്കുന്നത്? നമ്മുടെ മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. ഇത് കമ്പ്യൂട്ടറിലാണല്ലോ എല്ലായിടത്തും എന്ത് നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. They guarantee the confidentiality and security of the patient information while facilitating efficient data management and reporting. അപ്പൊ അവരവരുടെ വന്ന പേഷ്യൻസിന്റെ ഒക്കെ എല്ലാ എന്താ മെഡിക്കൽ റെക്കോർഡ്സും കോൺഫിഡന്റ് ആയിട്ടും സെക്യൂരിറ്റിയിലും വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട്. കൊളാബറേറ്റിംഗ് ആൻഡ് ലീഡർഷിപ്പ്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എല്ലാ ആൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു ലീഡർഷിപ്പിലായിരിക്കണം നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് പോകേണ്ടത്. കൊളാബറേറ്റ് എന്ന് വെച്ചാൽ അവിടെ ഫിസിഷ്യൻസ് ഉണ്ടാവും, ഡോക്ടേഴ്സ്, നേഴ്സ് ഉണ്ടാവും, പിന്നെ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ടാവും. ഇവരോടൊക്കെ എല്ലാം നല്ല രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പെരുമാറാനായിട്ട്. ദേ give leadership support guidance to staff and promote a positive and collaborative work culture. അപ്പൊ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഓർഗനൈസേഷന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. This responsibility may differ depending on the size and type of the hospital. അപ്പൊ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. But overall, hospital administrators play a vital role in managing and enhancing the healthcare facilities and operations and services. എന്നിരുന്നാലും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്ലേ ചെയ്യുന്ന റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്രൂഷ്യൽ ആണ്, അല്ലെങ്കിൽ വൈറ്റൽ റോളാണ് പ്ലേ ചെയ്തിട്ട്. ഇപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഓപ്പറേഷൻസ് ആവട്ടെ, സേഫ്റ്റി ആവട്ടെ, സർവീസ് ആവട്ടെ, അതിലൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്ലേ ചെയ്യണം റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മ ഇപ്പൊ നോക്കിയ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ എന്തായിരുന്നു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഫസ്റ്റ് നോക്കിയത് സ്ട്രാറ്റജിക് പ്ലാനിങ്, രണ്ടാമത് നോക്കിയത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യം നോക്കി, 3 പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റി ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ് നോക്കി, പിന്നെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് നോക്കി, കൊളാബറേറ്റിംഗ് ദ ലീഡർഷിപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഇന്നിപ്പോ ടോപ്പിക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതില് സ്പീഡിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, എന്നാലും ആ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, മെസ്സേജ് അയച്ചാലും മതി. മ്യൂട്ട് ഓൺ ആക്കാൻ താല്പര്യമില്ലാത്തവര് മെസ്സേജ് അയച്ചാലും മതി. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മനസ്സിലായി ടീച്ചർ. ഓക്കെ, കാരണം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കവർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ്. ആരാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി.
അടുത്ത ആരുടെ ഡ്യൂട്ടീസ് ആണ് നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. ഇദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ജോബ്സ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. The job description of an outpatient secretary in a hospital normally comprises of a variety of administrative and clerical duties is related to the operations of outpatient department. Outpatient department ആയിട്ട് റിലേറ്റ് ചെയ്യണ ഒരുപാട് ക്ലറിക്കൽ ആയിട്ടാവട്ടെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടാവട്ടെ എല്ലാ ഡ്യൂട്ടീസും ആരാണ് പെർഫോം ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് പെർഫോം ചെയ്യുന്നത്. സംടൈംസ് some of the key responsibility of an outpatient secretary in the hospital may comprises of. അപ്പൊ താഴെ പറഞ്ഞിരിക്കുന്നതാണ് ആരുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പം നമ്മൾ പേഷ്യന്റ് വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. ആ ഷെഡ്യൂൾ അനുസരിച്ച് പോണെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. അതേപോലെ അടുത്താണ് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. പേഷ്യൻസിന് കെയർ കൊടുക്കാന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ആൻസറിങ് ഫോൺ കോള്, മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻസ്, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുക. നെക്സ്റ്റ് അടുത്താണ് പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ എന്താണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോൾ തന്നെ അത് ഷെഡ്യൂൾ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇസ് അക്കൗണ്ടബിൾ ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യൻസിന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദ അപ്പോയിന്റ്മെന്റ് ആർ ആപ്റ്റ്ലി പ്രയോറൈസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് മെഡിക്കൽ റിക്വയർമെന്റ്. അപ്പൊ ഒരു പേഷ്യന്റ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കണേന്നും നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. കാരണം ഓരോ പല പേഷ്യൻസ് പല രോഗമായിട്ടായിരിക്കും എവിടേക്ക് വരുന്നത്? ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ രോഗത്തിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇത് കൊടുക്കാനായിട്ട്, കൺഫേം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അടുത്തതാണ് ഏതാണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇസ് അക്കൗണ്ടബിൾ ഫോർ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യന്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് അപ്പോയിന്റ്മെന്റ് ആർ ആപ്റ്റ്ലി പ്രയോറൈസ്ഡ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റ് കാണാനായിട്ട് അല്ലെങ്കിൽ ഡെലിവറിയുടെ ഒക്കെ ആയിട്ട് ഒരു ഡെലിവറിയുടെ കാര്യം അറിയാൻ വേണ്ടി ഒരു പേഷ്യന്റ് വരാണെങ്കിൽ അയാളെ ഫിസിഷ്യൻ, അയാളെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് ആര് വിടുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വിടുന്നത്. അതേപോലെ ഗൈനക്കോളജിസ്റ്റിന് വേണ്ടിയിട്ട് വേണം അവർ എന്തെടുക്കാനായിട്ട്? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. ഇനി കോർഡിനേറ്റിംഗ് patient care. The outpatient secretary works currently with the other hospital staff to coordinate patient care. അപ്പം ബാക്കിയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫ് ഒക്കെ ആയിട്ട് ഒരു കോർഡിനേഷൻ വേണം ആർക്ക്? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ പേഷ്യൻസിന്റെ കെയർ ഉറപ്പാക്കാൻ വേണ്ടി. വിച്ച് ഇൻക്ലൂഡിങ് അറേഞ്ചിങ് ഓഫ് ഡയഗ്നോസിസ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, ഗെറ്റിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്. അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കിട്ടണം. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഹോസ്പിറ്റലിൽ ലാബിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കണം. അവിടെ നിന്ന് ആരുടെ കയ്യിലേക്ക് ആ റിപ്പോർട്ട് പോകണം? ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ കയ്യിലേക്ക് റെക്കോർഡ് പോകണം. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആരുടെ ഡ്യൂട്ടിയാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഗെറ്റിംഗ് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് എൻഷുർ ദ പേഷ്യന്റ് റിസീവ് ആൻ ആപ്റ്റ് ഫോളോ അപ്പ് കെയർ ഒക്കെ കിട്ടണമെന്ന് ആരും ഉറപ്പ് വരുത്തണം? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉറപ്പ് വരുത്തണം. ആൻസറിങ് ഫോൺ കോൾസ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ഫോൺ കോൾസുകൾ വരാറുണ്ട്. അപ്പൊ the outpatient secretary is accountable for answering phone call, directing the patient to concerned department or staff. അപ്പൊ എന്താണ്? ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ ആ പേഷ്യന്റിന് കൺസേൺഡ് ആയിട്ട് അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകേണ്ടത്? ഇപ്പൊ ഗൈനക്ക് ആണെങ്കിൽ ഗൈനക്കിലേക്കുള്ള എന്ത് കൊടുക്കുക? ഗൈഡൻസ് കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് മെമ്പറിന് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അവരെ കൂടെ വിടാം. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, ജനറൽ മെഡിസിൻ ആണെങ്കിൽ ജനറൽ മെഡിസിന്റെ ഇന്ന റൂമിലേക്കാണ് അല്ലെങ്കിൽ ഇന്ന ഒരു വാർഡിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്നൊക്കെ ഉള്ള ഗൈഡ് ലൈൻസ് ആര് കൊടുക്കണം? നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി കൊടുക്കണം. നെക്സ്റ്റ് ആണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് ആര് നോക്കുക? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി നോക്കുക. കാരണം ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റിന് അവർ മരുന്ന് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലാണ് അടുത്ത ദിവസം നമുക്ക് ഡോക്ടറെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ.
അപ്പൊ അപ് ടു ഡേറ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എങ്ങനെയായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഓക്കെ, the outpatient secretary maintain, extract and up-to-date patient information in hospital electronic medical record system. അപ്പൊ എന്താണ് പറഞ്ഞത്, നമ്മുടെ ഔട്ട് പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇനി വെൻ ഇൻക്ലൂഡ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, മെഡിക്കൽ ഹിസ്റ്ററി, ഇൻഷുറൻസ് ഇൻഫർമേഷൻ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവേണ്ടത്, നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ആവട്ടെ, അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഫർമേഷൻസ് ആവട്ടെ, ഇതെല്ലാം നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വേണം എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തതാണ് പ്രോസസിങ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മുടെ മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മെഡിക്കൽ റെക്കോർഡ്സ് പ്രോസസ് ചെയ്യാന്നുള്ള ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്, നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ഉള്ളത്. The outpatient secretary process the request for medical records and make sure that the patient confidentially is kept. അപ്പൊ പേഷ്യൻസിന് എന്താണ് അവരുടെ റെക്കോർഡ്സുകൾ നമ്മൾ വാങ്ങിക്കാതെ കോൺഫിഡന്റ് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് സെക്യൂരിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ആൻഡ് റിലീസ് ദ മെഡിക്കൽ റെക്കോർഡ് ടു ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൈമാറാൻ പാടുള്ളൂ. അപ്പൊ പേഷ്യൻസിന് ഇൻഫർമേഷൻസ് നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, ഇപ്പൊ ഡോക്ടർ ആവാം, ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ നമ്മൾ കൈമാറാൻ പാടുള്ളൂ. ആര് കൈമാറാൻ പാടുള്ളൂ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി കൈമാറാൻ പാടുള്ളൂ. ഇനി ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, അടുത്ത ഡ്യൂട്ടിയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. The outpatient secretary is accountable for handling a variety of administrative tasks like ordering office supplies, filing paperwork and managing correspondence. അപ്പൊ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഉണ്ടാവും നമ്മുടെ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ. ഒരുപാട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഒക്കെ ഉണ്ടാവും. അവർക്ക് ആവശ്യമുള്ള ഓഫീസ് സപ്ലൈസ് എന്ത് ചെയ്യാം, സപ്ലൈ ചെയ്യുക, അതേപോലെ ഫയലിംഗ് ഓഫ് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാം, മാനേജിങ് കറസ്പോണ്ടൻസ്, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ആണ് പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. അപ്പൊ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും നല്ല രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. Outpatient secretary is often first appoint of contract for patient. അപ്പൊ ആദ്യം തന്നെ ഒരു പേഷ്യന്റ് വന്ന് കാണുന്നത് ആരെയാണ്, നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെയാണ് കാണുന്നത്. സോ പ്രൊവൈഡ് എക്സലന്റ് കസ്റ്റമർ സർവീസ്, നല്ല രീതിയിൽ നല്ല പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക, സ്വീകരിക്കാം. അവർക്ക് എന്താണോ ആവശ്യം എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവരെ നമുക്കുള്ള ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാം. സർവീസ് ഈസ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ജോബ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഇമ്പോർട്ടന്റ് ജോലിയാണ് കസ്റ്റമർ സർവീസ്, അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന് ആവശ്യമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഓവറോൾ ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്ലേ എ കീ റോൾ ഇൻ മേക്കിംഗ് ഷുവർ ദാറ്റ് outpatient department runs smoothly and effectively and that patient obtain high quality care. അപ്പൊ അടുത്താണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്ന റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പോകുന്നുണ്ടോ, അതേപോലെ തന്നെ അവിടെ എഫിഷ്യന്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പേഷ്യൻസിന് നല്ല ഹൈ ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ആരും ഉറപ്പ് വരുത്തിക്കണം, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉറപ്പ് വരുത്തിക്കണം. സ്ട്രോങ് ഓർഗനൈസേഷൻ സ്കിൽ, attention to details and excellent communication skill are necessary for the success in this role. നമുക്ക് ഈ റോള് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്ന റോള് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്കിൽ വേണം, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല അറിവ് വേണം. അത് കൂടാതെ നമുക്ക് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള കഴിവ് വേണം. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, ഓരോ കാര്യങ്ങളും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ വേണം. കാരണം നമുക്കൊരു കസ്റ്റമർ സർവീസ് അതേപോലെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വരും. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റോള് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, പിന്നെ ആൻസറിംഗ് ഫോൺ കോൾസ്, മാനേജിംഗ് patient information, processing medical records, handling administrative tasks, and the last is providing customer service. ഇത്രയും കാര്യങ്ങളാണ് ആര് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് വേണം, നല്ല ഓർഗനൈസേഷൻ സ്കില്ലും അറ്റൻഷൻ അതേപോലെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ആർക്ക് ആവശ്യമുണ്ട്,
ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് ആവശ്യമുണ്ട്. അടുത്തതാണ് എ ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തത് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. മെസ്സേജ് ചെയ്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. Job summary of medical secretary. The medical secretary will execute secretarial duties using specific knowledge of medical technology and hospital, clinic, laboratory procedure കാര്യങ്ങൾ. അപ്പൊ മെഡിക്കൽ സെക്രട്ടറി ആണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യണത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് ആവശ്യമുണ്ട്. എന്തൊക്കെ ഫീൽഡിലാണെന്ന് നോക്കി, മെഡിക്കൽ ടെക്നോളജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതേപോലെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ക്ലിനിക്ക്, അതേപോലെ ലാബിലുള്ള പ്രൊസീജിയേഴ്സ്, എത്ര ടൈം വരും, ഒരു ടെസ്റ്റ് എടുത്ത് അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്ക് അറിഞ്ഞിരിക്കണം, മെഡിക്കൽ സെക്രട്ടറി അറിഞ്ഞിരിക്കണം. ഇനി ഡ്യൂട്ടീസ് ആണ് ഈ പറയാൻ പോണേ കേട്ടോ. ഓരോ ഡ്യൂട്ടീസ് ഞാൻ പറയും, അതിന്റെ മീനിങ് പറയുമ്പോൾ അങ്ങനെ പോകരുത്, കാരണം കുറെ ഡ്യൂട്ടീസ് ഉണ്ട് ആർക്ക്, മെഡിക്കൽ സെക്രട്ടറിക്ക് കേട്ടോ. Represent the physician by screening, help with the schedule, receiving and announcing the schedule of the patient and visitors. അപ്പൊ എന്ത് ചെയ്യാ, ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്യുക, അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യണമെന്നില്ല, പേഷ്യൻസിന് ഇന്ന പേഷ്യന്റ് കഴിഞ്ഞിട്ട് ഇന്ന പേഷ്യന്റ് ആണെന്നുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, അവരെ റിസീവ് ചെയ്യുക, പിന്നെ അതെന്ത് ചെയ്യുക, അനൗൺസ് ചെയ്യുക. ചില നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ആള് വന്നിട്ട് വിളിക്കുമല്ലോ, അനൗൺസ് ചെയ്യും പേഷ്യന്റ് ഇന്ന നമ്പർ, ഇന്ന ടോക്കൺ, അടുത്ത ആൾ ഇന്നതാണെന്നൊക്കെ പേഷ്യന്റ് വിളിക്കുമല്ലോ. അത് ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഹെൽപ്പ് ഫിസിഷ്യൻ ഇൻ ഡെയിലി വർക്ക്. ഫിസിഷ്യൻ അദ്ദേഹത്തിന്റെ ഡെയിലി വർക്കിൽ ഹെൽപ്പ് ചെയ്യുക, അദ്ദേഹത്തിന്റെ എന്താണ് ഡെയിലി വർക്കുകൾ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, പേഷ്യൻസിന്റെ ഒക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്പ് പേഷ്യന്റ് റെക്കോർഡ്സ്. നമ്മൾ എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാതെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെക്കുകയും വേണം. എൻഷുർ ഫിസിഷ്യൻ പ്രൊഡക്ടിവിറ്റി ബൈ മെയിൻറ്റെയിനിങ് കലണ്ടേഴ്സ്. അപ്പൊ ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കലണ്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇന്ന ദിവസം ഇന്ന ഫിസിഷ്യൻ ഉണ്ട്, ഇന്ന ദിവസം ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഡോക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഐയുടെ ഡോക്ടർ ഇന്ന ദിവസങ്ങളിലാണ്, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഇരിക്കുന്നത് ഇന്ന ദിവസങ്ങളിലാണ്, അല്ലെങ്കിൽ ഇത്ര ടൈമിലാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിവീലിംഗ് സിസ്റ്റം. അപ്പം നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെഫറൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിലേക്കൊക്കെ അത് റെക്കോർഡായിട്ട് മാറ്റേണ്ട ഡ്യൂട്ടി ആരുടെയാണ്, മെഡിക്കൽ സെക്രട്ടറിയുടെയാണ്. സെക്യൂർ ദ ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്പ്. അപ്പൊ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ മുമ്പ് ബുക്കിലൊക്കെ ഇരുന്ന് നമുക്ക് കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ റെക്കോർഡായിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കായിരുന്നു. അതൊക്കെ എന്താണ് കുറച്ചും കൂടി റിസ്ക് ആണ്, നഷ്ടപ്പെട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ സെക്യൂർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അത് കയറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കണം. അതും ആരുടെ ഡ്യൂട്ടിയാണ്, മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കീപ് ദ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഓപ്പറേഷൻ ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. അപ്പൊ പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, സീക്രട്ട് ആയിട്ടും വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈ ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമുള്ള ഓഫീസ് സപ്ലൈസ് ഒക്കെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. കീപ് ഓഫീസ് എക്യുപ്മെന്റ്സ് ഓപ്പറേഷൻ ബൈ കീപ്പിംഗ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഓഫീസ് എക്യുപ്മെന്റ്സ് ഒക്കെ കറക്റ്റ് രീതിയിലാണ് പോണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. മെയിൻറ്റെയിൻ ക്വാളിറ്റി റിസൾട്ട് ബൈ ഫോളോയിങ് ആൻഡ് എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയിലാണോ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡിലാണോ നമ്മൾ എന്ത് ചെയ്യണത്, കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യുക. Serve and protect the healthcare community by stricting the professional standard. അപ്പം നമ്മുടെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ പോകണോ പോണെന്നുള്ളത് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാൻ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നോക്കാനായിട്ട്. Update job knowledge by participating in educational opportunity like the reading professional publications. നമ്മുടെ ജോബ് നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. കീപ് മെഡിക്കൽ റെക്കോർഡ് ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയലർ. അപ്പം മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക,
ടെക്നിക്കൽ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, കറസ്പോണ്ടൻസ് ഫയൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പെർഫോമൻസ് ഓഫ് ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. അദ്ദേഹം ആരാണ്? നമ്മുടെ മെഡിക്കൽ സെക്രട്ടറി ക്ലറിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചെയ്യേണ്ടത്. അതേപോലെ ആരുടെ കീഴിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻ. ഒരു ഫിസിഷ്യന്റെ കീഴിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ത് ചെയ്യണത്? പെർഫോം ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മ 3 ആൾക്കാരുടെ റോള് നമ്മൾ എന്ത് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു? ആരാണ്? റെസ്പോൺസിബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി നോക്കി. നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി നോക്കി. ലാസ്റ്റ് നോക്കിയതാണ് ആരുടെ ഡ്യൂട്ടീസ്? മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് നോക്കി. ഇതൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ചോദിക്കാനുള്ള ടൈമാണ്. ഇവരുടെ 3 പേരുടെയും റെസ്പോൺസിബിലിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല? ഇല്ല ടീച്ചർ. ഇല്ല, ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മളിപ്പം 3 പേരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കി. അടുത്തതാണ് ജോബ് സമ്മറി ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ എന്ത് റോളാണ് അദ്ദേഹം പ്ലേ ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് പ്ലേ ചെയ്യുന്ന റോളിനെ കുറിച്ചാണ് ഇത് നമുക്ക് പറയാൻ പോണേ കേട്ടോ. അടുത്ത ആളാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഒ പി ഡി എന്നാണ് ഇവർക്ക് ഷോർട്ട് ആയിട്ട് പറയുന്നത്. ഒ പി ഡി എക്സിക്യൂട്ടീവ് എന്ന് ഷോർട്ട് ആയിട്ട് പറയും. നിങ്ങളുടെ കാരണം ഫുൾ ഫോം ഓഫ് ആൻ ഒ പി ഡി എക്സിക്യൂട്ടീവ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ദ ഔട്ട് പേഷ്യന്റ് department executive play an important role in supervising the operations of the outpatient department in the hospital. Outpatient department ഉള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുക, അവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. ദർ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡിംഗ് മാനേജിങ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാം. മെയിൻറ്റെയിനിങ് എക്സ്ട്രാ പേഷ്യന്റ് റെക്കോർഡ്സ്. നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം. കോർഡിനേറ്റിംഗ് വിത്ത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാം. എൻഷുർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നല്ല സാറ്റിസ്ഫാക്ഷനോടെയാണ് നമ്മൾ അവരെ പറഞ്ഞു വിടണേന്നുള്ളത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവരെ വിടണേന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? എൻഷുർ ചെയ്യുക. സാറ്റിസ്ഫാക്ഷനോടെയാണ് അവരെ പറഞ്ഞു വിടണേന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. ദെൻ മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ബഡ്ജറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാം. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മുടെ പോളിസീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. എൻഷുർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസ്. അത് നമ്മുടെ സ്മൂത്ത് ഫങ്ഷനിങ്ങിലാണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസ് ഒക്കെ പോകണമെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. സൂപ്പർവൈസിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്. ഓരോരുത്തരുടെ ഷെഡ്യൂൾസും എങ്ങനെയാണ് ഷെഡ്യൂളുകളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകണോ അല്ലെങ്കിൽ അതൊക്കെ സൂപ്പർവൈസ് ചെയ്യാം. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ. അപ്പൊ ഡോക്ടർമാർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യുന്ന നല്ല കണ്ടീഷനിലാണോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് പ്രോപ്പർ ആയിട്ട് അത് ചെയ്തു കൊടുക്കാം. അടുത്താണ് ഗ്യാതറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിങ് ഫീഡ്ബാക്ക് ഫോംസ്. അതേപോലെ നമ്മുടെ ഫീഡ്ബാക്കിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യാം. ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ് ടു മാനേജേഴ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക, അത് മാനേജേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാം. ആസ് ഗ്രീറ്റിംഗ് ദ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. നമ്മ ഹോസ്പിറ്റലിലേക്ക് വന്ന എല്ലാ പേഷ്യൻസിനെയും അതേപോലെ വിസിറ്റേഴ്സിനെയും എന്ത് ചെയ്യാം? ഗ്രീറ്റ് ചെയ്യാം.
ചില ഒരു വെൽക്കം ഒരാൾ വരുമ്പോ ഗുഡ് മോർണിംഗ് ആ ടൈമിലാണെങ്കിൽ മോർണിംഗ് ടൈമിലാണെങ്കിൽ ഗുഡ് മോർണിംഗ് മാം ഒരു ഗ്രീറ്റിംഗ് കൊടുക്കാം. ഡയറക്റ്റിംഗ് ദം ടു അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്, അവർക്ക് കാണുന്ന പ്രൊഫഷണൽസിന് എന്ത് കൊടുക്കാം, ഡയറക്ഷൻ കൊടുക്കാം. പിന്നെ പുതിയൊരു പേഷ്യന്റ് വരണമെങ്കിൽ അവരുടെ പേഷ്യന്റ് റെക്കോർഡ് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യന്റ്, ടേക്കിംഗ് പാർട്ട് in practice meeting, training goals and ensuring compliance with the health and safety procedures. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും മീറ്റിംഗിലായാലും ട്രെയിനിങ്ങിന്റെ കോഴ്സിലായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടാവും ഹെൽത്ത് കെയറിന്റെ അല്ലെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. Furthermore, the outpatient department executive is accountable for checking that everyone in the outpatient department area is in correct place. അവരുടെ പ്ലേസിൽ കറക്റ്റ് ആയിട്ടാണ് ഓരോ എംപ്ലോയീസിനും എന്ത് ചെയ്യണത് ഇരിക്കണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ എൻഷുർ ചെയ്യാം. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദർ ആർ നോ ഐറ്റംസ് ലെഫ്റ്റ് ഓവർ ബൈ ദ പ്രീവിയസ് ഷിഫ്റ്റ് റിസപ്ഷനിസ്റ്റ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആ റിസപ്ഷനിൽ അവിടെ നിന്ന് പോയ റിസപ്ഷനിസ്റ്റിന്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ഡ്യൂട്ടിയാണ്. They direct the patient to payment counter to make their chase paper, ensure a smooth and efficient process. അവരോട് പേയ്മെന്റ് കൗണ്ടർ എവിടെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓവറോൾ the outpatient executive is necessary for ensuring that the outpatient department runs smoothly, effectively. അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടാണ് പോണത്. അതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യണത് കെയർ നല്ല ഹൈ ക്വാളിറ്റി കെയർ ആണ് ആർക്ക് കൊടുക്കുന്നത്, പേഷ്യൻസിന് കൊടുക്കണേ എന്നുള്ളത്. വൈൽ ഓൾസോ മാനേജിങ് കോസ്റ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് റെഗുലേറ്ററി കംപ്ലൈൻസസ്. അതേപോലെ നമ്മുടെ കോസ്റ്റ് മാനേജ് ചെയ്യുക, അതേപോലെ റെഗുലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് പോണെന്നുള്ളതും ആര് കൺഫേം ചെയ്യണം, ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് കൺഫേം ചെയ്യണം. ഒരു മിനിറ്റ്, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കട്ടെ. ജോബ് സമ്മറി ഓഫ് ആൻ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ച് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ജോബ് സമ്മറി ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ്. അപ്പൊ പേഷ്യന്റ് കൗൺസിലേഴ്സിന് നമ്മൾ എന്ത് പേര് കൂടി പറയാറുണ്ട്, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് കൂടി പറയാറുണ്ട്. ഓർ പേഷ്യന്റ് liaisons is a healthcare professional who work keenly with the patients and their family to extend emotional supports, education and advocacy. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യന്റ് കൗൺസിലേഴ്സ് ചെയ്യുന്നത് അവർക്ക് ഈ പേഷ്യന്റിനെയും അതേപോലെ പേഷ്യന്റ് ഫാമിലിനെയും എന്ത് ചെയ്യുക, അവരുടെ ഇമോഷണലി ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരു പുതിയൊരു അസുഖം കണ്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഷ്യന്റിന് അതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. The job description of the patient counselor normally includes the following responsibility. അപ്പൊ താഴെ പറയുന്നതൊക്കെയാണ് നമ്മുടെ ആരുടെ പേഷ്യന്റ് കൗൺസിലേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. പേഷ്യന്റിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് എന്തറിയാൻ പറ്റില്ല, ആ ഒരു രോഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യണം, ആ പേഷ്യന്റിന് ആ രോഗത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. The patient counselor is accountable for providing emotional support. ഇമോഷണലി അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. കാരണം
ഫാമിലി പേഷ്യന്റിനെയും അതേപോലെ പേഷ്യന്റ് ഫാമിലിയും ഇമോഷണലി സപ്പോർട്ട് ചെയ്യാം. ഹിയറിംഗ് ദർ കൺസേൺ, അവരുടെ സംശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കേൾക്കാം. ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്, അവരുടെ ഡയഗ്നോസ് എന്താണോ ഇൽനെസ് എന്താണോ മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി, അടുത്ത ഡ്യൂട്ടി ആണ് എന്ത്, അല്ലെങ്കിൽ അടുത്ത ഒരു റോളാണ് അവരുടെ ഫാമിലിനെയും പേഷ്യന്റിനെയും എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യാം. ഈ അസുഖം ഇന്നതാണ്, ഇതിന്റെ സൈഡ് എഫക്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതിന് ട്രീറ്റ്മെന്റ് ഇങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. The patient counselor is accountable for educating the patient and their family about their diagnosis. ഇന്ന അസുഖമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, ഇന്ന കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ മരുന്നെടുക്കണം, കുറച്ച് നാൾ മരുന്നെടുത്തായിട്ടുണ്ടെങ്കിൽ അസുഖം മാറും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറയേണ്ടത് ആരാണ്, പേഷ്യന്റ് കൗൺസിലർ പറഞ്ഞു കൊടുക്കാം. അതിന്റെ അതർ സൈഡ് ഓഫ് ദെയർ കെയർ, അതിന്റെ സൈഡ് എഫക്ട് ആയിരുന്നെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസിന് എന്ത് കൊടുക്കുക, ഉപദേശം കൊടുക്കാം. ദ പേഷ്യന്റ് കൗൺസിലർ ഇസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ് ആൻഡ് ദെയർ ഫാമിലി, അവരുടെ ഫാമിലിക്കും പേഷ്യൻസിന് ആവശ്യമുള്ള ഉപദേശങ്ങൾ കൊടുക്കാം. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റിംഗ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദെയർ നീഡ്സ് ആർ മെറ്റ്, അവരെ ഹെൽപ്പ് ചെയ്യുക, ആവശ്യമുള്ള നീഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കാം. പ്രൊവൈഡിംഗ് റിസോഴ്സസ്, ദ പേഷ്യന്റ് കൗൺസിലർ ഇസ് അക്കൗണ്ടബിൾ ഫോർ providing patient and their family with the resources and information about the support groups. Support groups കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യമില്ല, അവർ ചിലപ്പോൾ ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് അതർ സർവീസ് ദാറ്റ് മേ ബി അവൈലബിൾ ടു കവർ, വേറെ എന്തെങ്കിലും സർവീസ് ഒക്കെ അവർക്ക് കിട്ടുന്നില്ല, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. കോർഡിനേറ്റീവ് കെയർ, ദ പേഷ്യന്റ് കൗൺസിലർ ഇസ് അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് കെയർ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് എൻഷുർ ദ പേഷ്യന്റ് റിസീവ് ദ എസെൻഷ്യൽ സർവീസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള സർവീസും ട്രീറ്റ്മെന്റും ആണ് കിട്ടണമെന്നുള്ളത് എൻഷുർ ചെയ്യാം. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള കെയർ പ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ദ പേഷ്യന്റ് കൗൺസിലർ ഇസ് അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ഫോർ പേഷ്യൻസ് വിച്ച് ഇൻക്ലൂഡ് ഐഡന്റിഫൈങ് ദ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ്, അവരുടെ റിക്വയർമെന്റ് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് വർക്ക് വിത്ത് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മെറ്റ്, അവരുടെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ നീഡ് കണ്ടു പറയാ, അത് നമ്മൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യാനുണ്ട്. മോണിറ്ററിംഗ് ദ പ്രോഗ്രസ്, പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിംഗ് ദ പേഷ്യന്റ് പ്രോഗ്രസ്, പേഷ്യന്റ് പ്രോഗ്രസ് നല്ല രീതിയിലാണ് ഫോളോ എന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യാം. ഇവാലുവേറ്റിംഗ് ദർ നീഡ്സ്, അവരുടെ നീഡ്സ് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ കെയർ പ്ലാൻ ആൻഡ് നെസസറി, കെയർ പ്ലാൻസിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ പേഷ്യന്റ് കൗൺസിലർ ചെയ്യുന്നത്. ഓവറോൾ ദ റോൾ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ ഈസ് ടു ബി എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കേറ്ററി ഫോർ ദ പേഷ്യന്റ് ആൻഡ് ദർ ഫാമിലി, അവരുടെ ഫാമിലിക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും അതേപോലെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഡ്യൂട്ടി ആരുടെയാണ്, പേഷ്യന്റ് കൗൺസിലറിനെയാണ്. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റിംഗ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ റിസീവ് ഹൈ ക്വാളിറ്റി കെയർ, അതേപോലെ അവരത് ഹെൽപ്പ് ചെയ്യുക, അതനുസരിച്ച് അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി കെയർ ആണ് കിട്ടണമെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വരുത്തണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എംപതി, അവരോടൊരു സ്നേഹത്തോടെ പെരുമാറണം. ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസ് ആർ നെസസറി ഫോർ സക്സസ് ഓഫ് ദ റോൾ. അപ്പൊ നമുക്ക് ഈ റോൾ പ്ലേ ചെയ്യാൻ വേണ്ടി, പേഷ്യന്റ് കൗൺസിലറിന്റെ റോൾ പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, എംപതി വേണം, നമുക്ക് അവരുടെ ഫീലിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം അവരുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റണം. അത് കൂടാണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മുടെ ഇപ്പൊ നോൺ ക്ലിനിക്കൽ ജോബ് ചെയ്യണ ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ? ആരായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. രണ്ടാമത് പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആയിരുന്നു. മൂന്നാമത് പറഞ്ഞത് മെഡിക്കൽ സെക്രട്ടറിനെ കുറിച്ച് പറഞ്ഞു. 4 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറഞ്ഞു. 5ാമത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ആരാണ്? പേഷ്യന്റ് കൗൺസിലേഴ്സിനെയാണ് പറഞ്ഞത്. ഈ റോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ആവശ്യമുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്താണ് ആവശ്യമുണ്ട്? അപ്പൊ ഈ നോൺ ക്ലിനിക്കൽ ജോബ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫിന് ആവശ്യമുള്ള എന്താണ് ബേസിക് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പറയാനായിട്ട് പോണത്. ഓക്കെ, ആദ്യത്തെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്?
Communication skills. Strong communication skill are necessary for non-clinical staff to ensure interact with patient. Patient ആയിട്ട് interact ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. Visitors and their staff members-നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. They should be able to communicate clearly. ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സ്റ്റാഫിനോടാവട്ടെ, പേഷ്യന്റിനോടാവട്ടെ, വിസിറ്റേഴ്സിനോടാവട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. Empathetically, both verbally and in writing. Verbally, ഓറൽ ആയിട്ടാവട്ടെ അല്ല റൈറ്റിംഗ് ആയിട്ടായാലും കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. അടുത്തതാണ് customer service skill. Non-clinical staff often acts as a first point of contact of patient and visitors. പേഷ്യന്റിനെ വിസിറ്റേഴ്സിനെ കാണുമ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ്? ആരെയാണ് കാണുന്നത്? ആരെയാണ് കാണുന്നത്? ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനെയാണ് കാണുന്നത്. ഡോക്ടറിനല്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരിട്ട് കാണുന്നത്. ആരെയാണ് കാണുന്നത്? ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനെയാണ് കാണുന്നത്. അപ്പൊ അവർക്ക് വിസിറ്റേഴ്സിനൊക്കെ നല്ല കസ്റ്റമർ സർവീസ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. They should maintain excellent customer service, which include the ability to calm and compose in difficult situations, handling injuries, complaints, and provide a positive and welcoming environment. അപ്പൊ അവരെ എന്ത് ചെയ്യുക? കാം ആയിട്ട് ഇരിക്കാനും അതേപോലെ തന്നെ കമ്പോസ് ചെയ്യാൻ ഇത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ എന്തെങ്കിലും ഇഞ്ചുറി ആ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം. അതേപോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവിയോൺമെന്റ്, വർക്കിംഗ് എൻവിയോൺമെന്റ് അല്ലെങ്കിൽ വെൽക്കമിങ് എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ സ്കില്ല്. നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഈ ഓർഗനൈസേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഹോസ്പിറ്റൽ ആർ എ ഫാസ്റ്റ് പീസ്ഡ് എൻവയോൺമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടാസ്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഫാസ്റ്റ് പീസ്ഡ് എൻവയോൺമെന്റ് ആണ്. എപ്പോഴും അവിടെ എന്തായിരിക്കും? എമർജൻസീസ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ ടു മാനേജ് ദെയർ വർക്ക് ലോഡ്. അവരുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല എന്ത് വേണം? ഓർഗനൈസേഷൻ സ്കില്ല് വേണം. പ്രയോറൈസ് ദ ടാസ്ക് ആൻഡ് മീറ്റ് ദ ഡെഡ് ലൈൻസ്. അവർ ടാസ്ക് എന്ത് ചെയ്യാം? പ്രയോറിറ്റി അനുസരിച്ച് ടാസ്ക് എന്ത് ചെയ്യാനും അതേപോലെ അവരുടെ ഡെഡ് ലൈൻസ് അനുസരിച്ച് ഡെഡ് ലൈൻസിന് മുമ്പായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ അവരെന്ത് ചെയ്തിരിക്കണം? നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഓർഗനൈസേഷനിൽ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഓർഗനൈസേഷണൽ സ്കില്ല് കൂടുതൽ വേണം. നെക്സ്റ്റ് ആണ് ടെക്നോളജിക്കൽ സ്കില്ല്. എന്താണ് ടെക്നോളജി സ്കിൽ? പ്രൊഫഷൻസി ഈസ് യൂസിങ് different computer application, both healthcare record system and other healthcare technologies vital for non-clinical staff. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചും അതേപോലെ ഹെൽത്ത് കെയർ റെക്കോർഡ്സിനെ കുറിച്ചും നല്ല ധാരണ വേണം. They should be comfortable with the technology while willing to learn new system as required. അപ്പൊ അവർക്ക് ആ ടെക്നോളജിനെ കുറിച്ച് നന്നായിട്ട് അറിയുകയും വേണം. ഇതിൽ മാറ്റം വരാം. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ മാറുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അവർ മനസ്സിലാക്കുകയും വേണം. അടുത്ത സ്കില്ലാണ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്. Non-clinical staff may face various challenges and problems while executing their duty. അവരുടെ ഓരോ ഡ്യൂട്ടി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. The ability to think critically and evaluate the situation and find an adequate solution is valuable in ensuring smooth operation and addressing issues promptly. അപ്പൊ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇത് സൊല്യൂഷൻ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ആര് തീരുമാനിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫും തീരുമാനിക്കണം. അവർക്ക് എന്ത് വേണം? പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും കൂടി വേണം. ഇന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ വേണം നമ്മൾ സോൾവ് ചെയ്യാമെന്ന് ആരും മനസ്സിലാക്കണം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മനസ്സിലാക്കണം. കോൺഫിഡൻസി ആൻഡ് എത്തിക്സ്. അപ്പൊ നമ്മുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫ്റ്റൻ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മുടെ പേഷ്യന്റ് ഇൻഫർമേഷൻസ് ഒക്കെ സെൻസിറ്റീവ് ആയിട്ട് സൂക്ഷിക്കണം. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കോൺഫിഡന്റോടെ സൂക്ഷിക്കണം. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്ട്രിക്ട് ദ കോൺഫിഡൻസി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. കീപ് ദ പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ട് ദ കോൺഫിഡൻഷ്യൽ ഡാറ്റാസ്. ഈ പറഞ്ഞ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണം. അടുത്തതാണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റാഫുകൾ, ഒരുപാട് സ്റ്റാഫ് മെമ്പേഴ്സ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ഫേം ആണ്. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ സ്റ്റാഫും നല്ല കൊളാബറേഷനോട് കൂടി പോകണം, കോപ്പറേഷനോട് കൂടി പോകണം. ഹോസ്പിറ്റൽ ആർ ഇന്റർ ഡിസിപ്ലിനറി സെറ്റിംഗ്സ് ദാറ്റ് നീഡ് കൊളാബറേറ്റിംഗ് among various department and staff members. Non-clinical staff should be able to work in effective manner as a part of a team. ഒരു ടീമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട്. Communicate and coordinate with the colleagues and tolerate a positive
വർക്ക് എൻവയോൺമെന്റ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കൊളീഗ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല കോർഡിനേഷനോട് കൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് എവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഹോസ്പിറ്റലിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അഡാപ്റ്റിവിറ്റി ചേഞ്ചസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അഡാപ്റ്റ് ആകണം. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്താണ് അഡാപ്റ്റ് ആകണം. The healthcare industry is continuously evolving and non-clinical staff should be adjustable to the changes in procedure, policy and technology. നമ്മുടെ പ്രൊസീജിയറും പോളിസി ടെക്നോളജിയിലും വന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആപ്റ്റ് ആവണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം. They should be open to learn new skill and approach to remain update in their roles. അവര് പുതിയതായിട്ട് സ്കില്ല് എന്ത് ചെയ്യാൻ ലേൺ ചെയ്യാൻ നോക്കുക, അവർ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. വല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആരും നോക്കുക, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നോക്കുക. എംപതി ആൻഡ് കമ്പാഷൻ. Although non-clinical staff may not give direct medical care. Direct ആയിട്ട് മെഡിക്കൽ കെയർ ആര് കൊടുക്കില്ല, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് കൊടുക്കണ്ട. They often interact with the patient who may be in difficult and facing challenging situations. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യേണ്ടത് പേഷ്യൻസ് ആയിട്ട് നേരിട്ട് എന്ത് വരുന്നുണ്ട്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. Demonstrating empathy, sympathy and sensitivity towards the patient requirement and emotion is necessary for providing a supportive environment. നമ്മൾ ആ പേഷ്യന്റ് ഒരു അസുഖമായിട്ട് വരണെങ്കിൽ ആ പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ആ പേഷ്യൻസിനോട് കുറച്ച് എമ്പതിയോ സിമ്പതിയോ ഒക്കെ കാണിക്കുക. അവരുടെ ഇമോഷൻസിന് കുറച്ചും കൂടി വാല്യൂ കൊടുത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ നോക്കാം. കൾച്ചറൽ കോമ്പിറ്റൻസ്. Hospitals serve a diverse patient population with different cultural background. നമ്മുടെ ഹോസ്പിറ്റലിൽ പല കൾച്ചറിൽ നിന്നും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആരായിരിക്കും പേഷ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവരെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസ് the cultural competence, understand and respecting various cultural practices, beliefs and values to be given in inclusive and patient-centered care. അപ്പൊ അവരുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവരെ കുറച്ചും കൂടി അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുക. അവരുടെ നീഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ബിലീഫ്സ്, നീഡ്സ്, അവരുടെ പ്രാക്ടീസ് ഒക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്യണം. ആര്, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട എന്ത് സ്കില്ലുകൾ എന്ന് പറയുന്നത്. These are just of some skills that non-clinical staff in a hospital should be forced to donate to different functioning of an healthcare facility. നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് പ്രൊവൈഡ് എക്സലന്റ് സപ്പോർട്ട് ടു ദ പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. അപ്പം ക്ലിനിക്കൽ സ്റ്റാഫിനും പേഷ്യൻസിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സ്കില്ലുകൾ വേണം, 10 സ്കില്ലാണ് വേണ്ടത്. ആദ്യത്തെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓരോ കാര്യങ്ങൾ വരുന്നത് വിസിറ്റേഴ്സിന്റെ അടുത്തായാലും പേഷ്യന്റിന്റെ അടുത്തായാലും സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തായാലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൺസ്യൂമർ സർവീസ്. കൺസ്യൂമേഴ്സിന് നമ്മുടെ പേഷ്യൻസിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം. പേഷ്യൻസിനാവട്ടെ, പേഷ്യൻസിന്റെ വിസിറ്റേഴ്സിനാവട്ടെ. ഈ ഓർഗനൈസേഷണൽ സ്കില്ല് നല്ലതാണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് അവർക്ക് വർക്ക് ലോഡ് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആര് പഠിച്ചിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് പഠിച്ചിരിക്കണം. ടെക്നോളജിക്കൽ സ്കില്ല്, ഇപ്പൊ കമ്പ്യൂട്ടർ നോളജ് ആവട്ടെ, അതേപോലെ ഹെൽത്ത് കെയർ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാർക്ക് അറിവുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് അറിവുണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം ആര് അറിഞ്ഞിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ സ്കില്ല് അവർക്ക് വേണം. കോൺഫിഡൻസ് ആൻഡ് എത്തിക്സ്, അവർക്ക് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല കോൺഫിഡന്റ് ആയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ആരറിഞ്ഞിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് അറിഞ്ഞിരിക്കണം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, നമ്മളൊരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റൽ മൊത്തം ഒരു ടീമാണെന്നും അവിടെ എല്ലാ എംപ്ലോയീസ് ആയിട്ടും നമ്മൾ അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും കൊളാബറേറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അഡാപ്റ്റിവിറ്റി, ചേഞ്ചസിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കണം. നമുക്ക് പുതിയതായിട്ട് മാറ്റം വരികയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്തെങ്കിലും മാറിക്കൊണ്ടേയിരിക്കണം. ആരും നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്. എമ്പതി ആൻഡ് കമ്പാഷൻ, അപ്പൊ നമ്മള് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരോട് കുറച്ച് എമ്പതിയോ അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്റ്റോട് കൂടി പെരുമാറാനായിട്ട് പറ്റണം. അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് തന്നെ പ്രൊവൈഡ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. കൾച്ചറൽ കോമ്പിറ്റൻസ്, നമ്മുടെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അവരൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവരുടെ ബിലീഫ്സും പ്രാക്ടീസും അനുസരിച്ച് അവരൊന്ന് സപ്പോർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ആദ്യം പറഞ്ഞത് നമ്മുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളെ കുറിച്ചായിരുന്നു. പിന്നെ പറഞ്ഞത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ആവശ്യമുള്ള സ്കിൽസിനെ കുറിച്ചാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ.
ഇല്ലല്ലോ. അപ്പൊ ഒന്ന് നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പൊ തന്നെ വായിച്ചു നോക്കണമെങ്കിൽ കുറച്ചും കൂടി എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവസാനത്തെ ബേസിക് സ്കിൽ റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ് ഒന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അതൊന്നും കൂടി നല്ല രീതിയിൽ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെ സ്കില്ല് വേണം എന്നുള്ളത് നോക്കാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നോക്കി പറയണമെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഓക്കെ, Okay, Miss. Thank you, teacher. Thank you, Miss.